ആന്റി പറഞ്ഞതുപോലെ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ മീറ്റിംഗ് കടന്നു വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞിരുന്നു, അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ മീറ്റിംഗിൽ കടന്നു വന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഒരു ചലനം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെടാനിടയായി. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, ആരാധനയിൽ പങ്കെടുത്ത ദൈവമക്കൾക്ക് അത് അനുഭവിച്ചറിയാനുണ്ട് എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. കാരണം ആ ചലനം ഞാൻ മനസ്സിലാക്കി എന്റെ ശരീരത്തിൽ അത് അനുഭവിച്ചറിയാനിടയായി. പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കും, പ്രത്യേകാൽ സുസ്നാന്റിക്കും ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. ദൈവമക്കളെ, കഴിഞ്ഞ ആഴ്ച വരെ എനിക്ക് വളരെ ശരീരത്തിന് പ്രയാസം ഉണ്ടായിരുന്നു. ഞാൻ ഡീറ്റെയിൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞുവല്ലോ. എന്നാൽ ഈ ആഴ്ച അത് സാരമായ വ്യത്യാസം, ഒരു അത്ഭുത വിടുതൽ എന്ന് പറയാം. പൂർണ്ണ വിടുതലിലേക്ക് കർത്താവ് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ പലതും പല രീതിയിൽ ഓരോന്നോരോന്ന് എന്നോട് ഓരോ ദിവസം പറയും. എന്നാല് പരിശുദ്ധാത്മാവ് എന്നെ ബലപ്പെടുത്തി ഇത്രത്തോളം താങ്ങി നിർത്തി ഇരിക്കുവാൻ യാതൊരു നിവർത്തിയില്ലാതിരുന്ന എന്നെ എന്റെ ദൈവം ഇത്രത്തോളം ഇരുത്തിയനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക കേട്ടോ. ദൈവാത്മാവ് ഈ ആരാധന നടന്നുകൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ശക്തമായ ഒരു ചലനം ഈ പ്ലാറ്റ്ഫോമിൽ വ്യാപരിക്കുക, ശക്തമായ ഒരു ഇടപെടൽ, ദൈവത്തിന്റെ ഇടപെടൽ നമ്മളായിരിക്കുന്ന ഭവനങ്ങളിൽ വെളിപ്പെടുക. ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ. ദൈവത്തിന്റെ സാന്നിധ്യം ഉൾക്കണ്ണുകളാൽ നമ്മളൊന്ന് കണ്ടേ. നമ്മളായിരിക്കുന്ന ഭവനങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവമക്കളെ, പ്രാക്ടിക്കലി നമുക്കത് മനസ്സിലാക്കുവാൻ, കണ്ണുകൊണ്ട് കാണുവാൻ, മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ തന്നെയോ പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുക. റിബല വൈഡക രഹസ്യക്കാന ദിബല പൗഡ. ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ നമ്മുടെ ഭാവി കാലത്തേക്ക് വേണ്ടിയുള്ള വഴികൾ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ എക്സോഡസില്, പുറപ്പാടില്, നമ്മള് രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു വിഷയമുണ്ട്. മോശെ കുഞ്ഞിനെ 3 മാസം അവർ ഒളിപ്പിച്ചു വെച്ചിട്ട് അതിനുശേഷം കുഞ്ഞിനെ ഒളിപ്പിച്ചു വെക്കുവാൻ കഴിയുകയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്തു? ആ കുഞ്ഞിനെ ഒരു ഞാങ്ങണപ്പെട്ടി ഉണ്ടാക്കി അതിനകത്ത് വെച്ച് നൈൽ നദിയുടെ തീരത്ത് കൊണ്ടുവച്ച്, കരയിൽ കൊണ്ടുവച്ചു. എന്നാൽ രാജാവിന്റെ കൽപ്പന എന്താ ദൈവമക്കളെ? ആൺകുഞ്ഞുങ്ങളെ നദിയിൽ ഇട്ട് കളയണമെന്ന, എന്ന് വെച്ചാൽ നദിയിൽ എറിഞ്ഞു കളയണമെന്ന, നദിയിൽ എറിഞ്ഞു കളയണമെന്ന് രാജാവിന്റെ കൽപ്പന ഉള്ളപ്പോൾ അത് എറിഞ്ഞു കൊല്ലാൻ വേണ്ടി രാജാവിന്റെ കൽപ്പന നിലനിൽക്കെ അവർ, എബ്രായർ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ, അവർ ധൈര്യത്തോടെ കുഞ്ഞിനെ ആ ഞാങ്ങണ പെട്ടിക്ക് അകത്താക്കിയിട്ട് നദിയുടെ തീരത്ത് കൊണ്ടുവയ്ക്കാനിടയായി. മാത്രമല്ല അവിടെ ഇട്ട് ഉപേക്ഷിച്ചിട്ട് പോകുകയല്ല കേട്ടോ. ആ കുഞ്ഞിന് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ ആ കുഞ്ഞിന്റെ പെങ്ങളായ മിരിയാം ദൂരെ മാറി നിന്ന് നോക്കുകയാ. ഇതിൽ കൂടി പരിശുദ്ധാത്മാവ് നമ്മളോട് ഇന്ന് രാത്രികാലം പറയുവാൻ ആഗ്രഹിക്കുന്നതാ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് ഉത്തരമാകാറായി കേട്ടോ. പെട്ടെന്നുള്ള ചില വിടുതലുകൾ ദൈവമക്കളെ കൺമുൻപിൽ കാണാൻ പോകുക. എന്നാൽ ഗിവ് അപ്പ് ചെയ്യരുത്, വിട്ടുകളയരുതെന്നേ. പ്രതീക്ഷയ്ക്കും വിരോധമായിട്ടുള്ള സിറ്റുവേഷൻ ആണ് നമ്മുടെ കൺമുൻപിൽ എന്ന് വന്നാലും കാര്യങ്ങളെ വിട്ടുകളയരുത്, പ്രാർത്ഥന വിട്ടുകളയരുത്. ഇടവിടാതെ പ്രാർത്ഥിച്ചോണം. മാത്രമല്ല അതിൽ ജാഗരിച്ചോണം. മിരിയാം മോശയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി നോക്കി നിന്നതുപോലെ കൺമുൻപിൽ ഫോക്കസിൽ വെക്കണം. പ്രാർത്ഥന വിഷയം നമ്മുടെ ശ്രദ്ധയിൽ തന്നെ വെക്കണം. എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയം നമ്മുടെ കൺമുൻപിൽ തന്നെ വേണം, ദൃഷ്ടിയിൽ നിന്നും മാറരുത്. കാരണം താമസിക്കാതെ മോശയെ അവിടുന്ന് കൊണ്ടുപോകാൻ, അതും കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഒരു ഫറവോന്റെ പുത്രി അവിടെ കടന്നു വന്നതുപോലെ നമ്മുടെ വിഷയത്തിൽ ദൈവത്തിന്റെ ഒരു റോയൽ കമാൻഡ് പുറപ്പെട്ടിരിക്കുന്നത് കേട്ടോ. രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് കൽപ്പന പുറപ്പെട്ട
ആൺകുഞ്ഞുങ്ങളെ കൊന്നു കളയണമെന്ന്. അതേ കൊട്ടാരത്തിൽ മോശ ഒരു രാജകുമാരന്റെ പദവിയിൽ വളർന്നതുപോലെ പരിശുദ്ധാത്മാവ് പറയുന്നു, എവിടെ നിന്നും ദൈവജനത്തിന് വിരോധമായി വിഷയങ്ങൾ ഉരുവായോ, എവിടെ നിന്നും ദൈവജനത്തിന് വിരോധമായി വിഷയങ്ങൾ നിരന്നു നിൽക്കുകയാണോ, ഇനി പ്രതീക്ഷയില്ല എന്ന് ചിന്തിക്കുന്ന ആ സ്ഥാനത്ത് തന്നെ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടാൻ പോകുകയാകട്ടോ. ദൈവത്തിന്റെ അസാധാരണമായ പ്രവൃത്തി ദൈവ മക്കളുടെ ഭവനങ്ങൾക്കുള്ളിൽ വെളിപ്പെടാൻ പോകുക. എന്നാൽ ഇവിടെ ഒരു വ്യവസ്ഥയുണ്ട്. കർത്താവ് പറയുകയാ, പരിശുദ്ധാത്മാവ് പറയുകയാ, ഫോക്കസ് മാറിപ്പോകരുത്, ദൃഷ്ടി മാറിപ്പോകരുത് കേട്ടോ. ശ്രദ്ധയോടെ 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 നോക്കിക്കൊണ്ടിരിക്കണം. ശ്രദ്ധയോടെ ഈ വിഷയത്തിൽ വിട്ടുകളയാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. മേരി ആന്റിയോട് പരിശുദ്ധാത്മ പറയുക. മേരി റോബർട്ട് ഡിവൈസിലെ ആന്റി കേൾക്കുന്നുണ്ടോ? സ്തോത്രം. മേരി ആന്റിയോട് പരിശുദ്ധാത്മാവ് പറയുക, ഓ റിബല വൈഡക റിഗംദലേ ജിബല വൈഡക റിഗസിയാര, പെട്ടകം ചുമക്കുവാൻ ദൈവത്തിന്റെ ഒരു പ്രത്യേക വിളിയുമായി മുൻപോട്ട് പോകവേ കൺമുൻപിൽ കാണുന്നത് തീരത്തെ മുക്കിക്കളയുന്നതായ, കരയെ കവിഞ്ഞൊഴുകുന്നതായ ഒരു യോർദാന്റെ അനുഭവമാണെങ്കിലോ കർത്താവ് പറയുക, പെട്ടകവുമായി എന്റെ ദാസിയെ ചുവട് മുൻപോട്ട് വയ്ക്കോ. അതിൽ ഭയപ്പെടേണ്ട. കൺമുൻപിൽ കാണുന്ന വെള്ളമുണ്ടല്ലോ, അധികം നാൾ നിൽക്കത്തില്ല കേട്ടോ. അധികം നാൾ അത് നിൽക്കത്തില്ല. ഉണങ്ങിയ നിലത്തോട് നുള്ളത്തിലൂടെ പുരോഹിതന്മാർ മാത്രമല്ല, പെട്ടകം ചുവന്നവർ മാത്രമല്ല, ജനം മുഴുവൻ കടന്നു പോയി കേട്ടോ. ഒരു ജനത്തിന്റെ വിടുതല എന്റെ ദാസിയെ ഞാൻ എന്നെ കണ്ടിരിക്കുക. കർത്താവ് പറയുക, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അസാധാരണമായ ദൈവിക പദ്ധതികൾക്ക് വേണ്ടിയാ. ഭവനത്തിൽ നിന്ന് തുടങ്ങി ചർച്ചക്കാരുടെ ഇടയില്, ജനത്തിന്റെ ഇടയില് ഒരുപോലെ ഒരേ ശക്തിയോടെ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തിയാകട്ടോ. കർത്താവ് പറയുക, പെട്ടകത്തെ താഴെ വയ്ക്കരുത് കേട്ടോ. ഒരു നിമിഷം പോലും പെട്ടകത്തെ താഴെ വയ്ക്കരുത്. താഴെ വയ്ക്കാനുള്ള പ്രേരണകളൊക്കെ ഉണ്ടാകും. റീബാല തോള് കഴിക്കുന്നുവെന്ന് പറഞ്ഞ് താഴെ വയ്ക്കുവാൻ അനേകം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയമാ. ചിലരെ മാറ്റി നിർത്തിയിട്ട കർത്താവ് ഈ ദൗത്യം ഏൽപ്പിച്ചത് കേട്ടോ. യോഗ്യത, ക്വാളിഫിക്കേഷൻസും പ്രായത്തിന്റെ ഹസ്തന അനുഭവങ്ങളും അനുഭവ സമൃദ്ധമായ ജീവിതം ഉള്ള ചിലരെ മാറ്റി നിർത്തിയിട്ട കർത്താവിന്റെ ദാസിയതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. രൂപാലാവംശത കർത്താവ് പറയുന്നു, കടന്നു പോകുന്നത്, ഇനിയും കടന്നു പോകുന്നത്, ഇതുവരെയും കടന്നു പോയിട്ടില്ലാത്ത ചില മേഖലകളിലേക്ക് ആ പെട്ടകം കരുതിക്കോണം. പെട്ടകം ചുമലിൽ തന്നെ ആയിരിക്കട്ടെ, കരുതിക്കോണം. വിശ്വാസത്തോടെ ചുവടുകൾ മുൻപോട്ട് വെക്കണം. കർത്താവ് ശക്തമായി പറയുന്നു, യോർദാൻ കാണും, ഭയപ്പെടേണ്ട. യോർദാൻ കാണാൻ പോകുക, ഭയപ്പെടേണ്ട. ഇരദാസിയെ അതിനെ ഉണങ്ങിയ നിലമാക്കാനാ ഞാൻ നിന്നെ അങ്ങോട്ട് അയക്കുന്നത് കേട്ടോ. പ്രതീക്ഷയ്ക്ക് വിരോധമായി ഉയരുന്നതായ യോർദാന്റെ തിരകളെ, യോർദാന്റെ ഓളങ്ങളെ ഭയപ്പെടേണ്ട. വിശ്വാസത്തോടെ ചുവട് മുൻപോട്ട് വെച്ചോ. എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോകും. ഘടകമാനഹസ്തന വേഗത്തിൽ ഒരു വചനത്തിലേക്ക് കടക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം. യോഹന്നാൻ 11:39. കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവെ, നാറ്റം വെച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. കല്ല് നീക്കുവിൻ എന്ന് കർത്താവ് പറയുന്നു. നമ്മൾക്ക് ഈ സന്ദർഭം നന്നായി അറിയാമല്ലോ. കർത്താവ് മനഃപൂർവം ചിന്തിക്കണേ. ഈ വാക്ക് പരിശുദ്ധാത്മാവ് എടുത്തു പറയുകയാ. ലാസർ ദീനമായി കിടക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ ജീവിച്ചിരിക്കെ യേശു അവിടെ ചെന്നെങ്കിൽ ഒരു വിടുതലായിരുന്നേനെ. യേശു പല രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. അത് ശുശ്രൂഷയിൽ സാധാരണമോ. പക്ഷേ അവൻ ദീനമായി കിടക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം കർത്താവ് അവിടെ തന്നെ 2 ദിവസം കൂടെ നിന്നു. നിൽക്കുന്ന സ്ഥാനത്ത്
ദൈവമക്കളെ, ഇന്ന് കർത്താവ് പറയുക, ഓ ഭവിഷ്യകാല നിന്റെ വിഷയത്തിന് താമസമുണ്ടെന്ന് കണ്ടുകൊണ്ട് ഭ്രമിക്കരുത് കേട്ടോ ദൈവമൈതലെ. നിന്റെ വിഷയത്തില് മറുപടി കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാരപ്പെടരുത്. നിൽക്കുന്ന സ്ഥാനത്ത് തന്നെ കർത്താവ് അനങ്ങുന്നില്ല, ഒരു ഉത്തരം പോലും യെസ് ഓർ നോ പോലും പറയുന്നില്ലല്ലോ എന്ന് ഭാരപ്പെടുന്ന ചില വിഷയങ്ങളുമായി ഇരിക്കുക ഇവിടെ ദൈവമക്കളാ. CP രാജു എന്ന ഡിവൈസിലെ ആന്റി, ചില വിഷയങ്ങള് ഉത്തര ഒരു അടയാളം പോലും ഇല്ല. കർത്താവ് യെസ് പോലും പറയുന്നില്ല, നോ പോലും പറയുന്നില്ല. എവിടെ പോകും? ഇതല്ലേ കർത്താവിന്റെ സ്ഥലത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെ? കർത്താവ് പറയുക, ഇതിൽ ദൈവമഹത്വം വെളിപ്പെടാൻ പോകുക കേട്ടോ. വിശ്വസിക്കുക, ദൈവമഹത്വം വെളിപ്പെടാൻ പോകുക. മനഃപൂർവ്വം കർത്താവ് താമസിക്കുന്നതുണ്ടല്ലോ ദൈവമഹത്വം വെളിപ്പെടാനാ. ലാസറിന്റെ വിഷയത്തിൽ നോക്കിയാല് രോഗികൾ സൗഖ്യമാകുന്നത് ഈ മാർത്തയും മറിയയും അവിടെയുള്ള സഹോദരന്മാര് എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുത കാര്യം, ഒരു അപൂർവ കാര്യം കൺമുൻപിൽ കാണുന്നത് ആദ്യമായിട്ടാണോ? ഹസ്തനാഞ്ഞോട് ദൈവാത്മാവ് ശക്തമായിട്ട് പറയുന്നു, ജീവിതത്തിൽ ദൈവികമായി ദൈവത്തിന്റെ ഇടപെടലോട് കൂടി ഒരു അപൂർവ കാര്യം ദൈവം പ്രവർത്തിക്കാൻ പോകുകയാകട്ടോ. ചാർച്ചക്കാരൻ അറിയും, ജനം അറിയും. യേശു സാക്ഷാൽ ദൈവപുത്രൻ എന്ന് ചിലർ ഏറ്റു പറയാൻ പോകുക. ചിലരുടെ വിടുതലിന് വേണ്ടി വടിയൊരുക്കാൻ പോകുക. തയ്യാറായിരുന്നു. അഞ്ഞോട് കർത്താവ് ശക്തമായി പറയുന്നു, തയ്യാറായിരുന്നു. ദൈവമഹത്വം വെളിപ്പെടാൻ പോകുന്നു. വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. ഈ ഭാഗത്ത് ഈ കുറിവാക്യത്തിൽ നമ്മൾ കണ്ടത് എന്താ? കല്ല് നീക്കുവേൻ എന്ന് യേശു അവരോട് പറഞ്ഞു. യേശു പറയുക, കല്ല് നീക്ക. കർത്താവിന് അറിയത്തില്ലയോ? ലാസർ മരിച്ചിട്ട് 4 ദിവസമായി കർത്താവിന് നന്നായി അറിയാം. മരിച്ചിട്ട് തന്നെ അവിടെ എത്തത്തുള്ളൂ കർത്താവ് തീരുമാനിച്ചതാ ദൈവമഹത്വം വെളിപ്പെടുത്തുവാൻ. സൃഷ്ടിയുടെ ഭവിഷ്യധാരക വാക്കിനാൽ സൃഷ്ടിയെ ഉളവാക്കിയ ദൈവപുത്രനാ പറയുന്ന കല്ലുരുട്ടി മാറ്റ്. വാസ്തവമായി പുനരുദ്ധാനമായവനാ പറയുന്നത് കല്ലുരുട്ടി മാറ്റുന്നേ എന്ന്. മിക്കവാറും കർത്താവ് ഭവനത്തിൽ കയറി ഇറങ്ങുന്നത് പതിവാ. യേശു ആ ഭവനത്തിൽ വന്ന് കഴിഞ്ഞാല് ഉപദേശിച്ചിട്ടേ പോകത്തുള്ളൂ, പഠിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ. ഈ മാർത്തയ്ക്ക് അത് മനസ്സിലായില്ല. ഞാൻ തന്നെ പുനരുദ്ധാനമെന്ന് ഭർത്താവ് പഠിപ്പിക്കേണ്ടി വന്നു കല്ലേറയുടെ മുന്നിൽ വെച്ച്. മാർത്ത വിശ്വസിച്ചു. ഒരു കാര്യം മാർത്ത വിശ്വസിച്ചു. അവൾ വിശ്വസിച്ചത് എന്താ? ഈ ദൈവപുത്രനാണെന്ന് എനിക്കറിയാം. യെസ്, ഈ ദൈവപുത്രനാണെന്ന് എനിക്കറിയാം. അതിന് 27ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യോഹന്നാൻ 11:25 മുതൽ. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട്, ഉവ്വ കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി. ആമേൻ. നീ തന്നെ എന്ന് പറഞ്ഞിട്ട് പോയി. അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അവളുടെ വീക്ക് പോയിന്റിലാ കർത്താവ് ചെന്ന് പിടിച്ചത് കേട്ടോ. നീ വിശ്വസിക്കുന്നു. ജനം നോക്കി നിൽക്കുക. ദൈവമക്കളെ, നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധനയുടെ സമയമാ കേട്ടോ. ജാതികൾ നോക്കി നിൽക്കുക, ജനം നോക്കി നിൽക്കുക. നിന്റെ വിശ്വാസം എവിടെ എന്ന് പലരും ചോദിക്കേണ്ട ഒരു കാലം വന്നിരിക്കുക. ആത്മീക ഗോളത്തില് നമ്മുടെ വിശ്വാസം തെളിയിക്കേണ്ട സമയമാ കേട്ടോ. മാർത്തയോട് കർത്താവ് ഇത്രത്തോളം പറഞ്ഞിട്ട് 27ാമത്തെ വാക്യത്തിൽ അവൾ കൊടുക്കുന്ന റിപ്ലൈ നോക്കണേ. അവൾ അവനോട്, ഉവ്വ കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി. ആമേൻ. ദൈവപുത്രനാ നീ വരുവാനുള്ള ക്രിസ്തു നീ തന്നെയാണ് വിശ്വസിക്കുന്ന കർത്താവേ. വിശ്വസിച്ചിരിക്കുക കർത്താവേ. നീ വീട്ടിൽ വരുന്ന സമയമൊക്കെ നീ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടെന്നേ. ഞാൻ തിരുസന്നിധിയിൽ ഇരിക്കുന്നില്ലെങ്കിൽ കേൾക്കുന്നുണ്ടെന്ന് അങ്ങനെ വിശ്വസിച്ചിരിക്കുക.
പക്ഷെ എന്താ മാർത്ത ഇപ്പൊ നിനക്ക് വിശ്വസിക്കാൻ കഴിയാത്തത്? കർത്താവ് നമ്മളോട് ഇന്ന് ചോദിക്കുന്നു, ദൈവ പൈതലേ, ഞാൻ പുനരുദ്ധാനം ജീവനുമാ. ഓ മാർത്തേ, പുനരുദ്ധാനവും ജീവനും ഞാനാണെന്ന് നീ വിശ്വസിക്കുന്നു. നിന്റെ ഈ വിഷയത്തിൽ ഞാൻ ദൈവപുത്രനാണ് നീ വിശ്വസിക്കുന്നു, നല്ലത്. പക്ഷേ കർത്താവിനോട് ചോദിക്കുക, നിന്റെ ഈ വിഷയത്തിൽ, ഇന്ന് നിന്റെ ഈ വിഷയത്തിൽ ഞാൻ പ്രവർത്തിക്കാൻ ശക്തരെന്ന് നീ വിശ്വസിക്കുന്നുവോ? സൗദാന്റി, കർത്താവ് ചോദിക്കുക, എന്റെ ദാസിയെ, നിന്റെ വിഷയത്തിൽ പ്രവർത്തിക്കാൻ ഞാൻ ശക്തനെന്ന് നീ വിശ്വസിക്കുന്നുവോ? എന്നാൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. യെസ്, ചില കല്ലുകളൊക്കെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. സൗദാന്റി, ദൈവാത്മാവ് പറയുന്നു, ചില കല്ലുകളൊക്കെ ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കല്ലുരുട്ടി വെച്ചത് മാർത്തയും മറിയുമല്ല. അവർക്ക് അതിനുള്ള കെൽപ്പൊന്നും ഇല്ല. അവിടെ കടന്നു വന്ന യഹൂദന്മാരുണ്ടല്ലോ, അവരുടെ നടപ്പനുസരിച്ച് കല്ലെടുത്ത് വെച്ചതാ. ആ കല്ല് ഉരുട്ടി മാറ്റാൻ കർത്താവ് പറഞ്ഞത് കാരണം അകത്തളത്തിൽ പുനരുദ്ധാനത്തിന്റെ ശക്തി വെളിപ്പെടണം. പുനരുദ്ധാനമായവൻ പുറത്തു നിൽക്കുന്നുവെന്നാൽ മുൻപിൽ ഒരു കല്ലുണ്ട്. ആ കല്ല് ഉരുണ്ട് മാറിയാൽ അകത്തളത്തിൽ പുനരുദ്ധാനത്തിന്റെ ശക്തി വ്യാപരിച്ചിട്ട് എഴുന്നേൽക്കേണ്ടവൻ എഴുന്നേൽക്കും. സൗദാന്യോട് ദൈവാത്മാവ് ശക്തമായി പറയുന്നു, എഴുന്നേൽക്കേണ്ടവൻ എഴുന്നേറ്റ് പുറത്തു വരും. കെട്ടപ്പെട്ട അനുഭവങ്ങൾ ജീവനോടെ പുറത്തു വരുമെന്ന് കർത്താവ് പറയുന്നു. പ്രാർത്ഥിച്ചോ ദൈവമക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഇടയിൽ ചില ഭവനങ്ങളിൽ ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കാൻ പോകുക കേട്ടോ. ഏത് വിഷയത്തിലാ നാറ്റം വെച്ച് തുടങ്ങിയെന്ന് ജനം പറയുന്നത്, ആ വിഷയത്തിൽ ദൈവം തൊടാൻ ആഗ്രഹിക്കുക. പുന്നൂസ് ടി കെ എന്ന ഡിവൈസ്ലെ സിസ്റ്ററെ കേൾക്കുന്നുണ്ടോ? യെസ്, കർത്താവ് പറയുക, ജീവന്റെ ശക്തി, ഉയർപ്പിന്റെ ശക്തി വെളിപ്പെടാൻ പോകുക. എന്നാൽ മാനുഷികമായ നിലവാരത്തിൽ ചില മുൻവിധിയുടെ കല്ലെടുത്ത് വെച്ചിട്ടുണ്ടോ? എടുത്തു മാറ്റിക്കോ. ആ തന്നെത്താൻ വെച്ചതല്ലെന്നേ, ഭാരപ്പെടുന്ന ഇതിനാ. ഒരു ഗിൽറ്റി കോൺഷ്യസ് ഉണ്ട് ഹൃദയത്തിൽ. കർത്താവെ, ഞാൻ കാരണം അതൊന്ന് മാറ്റിയേര് കേട്ടോ, അതൊന്ന് മാറ്റിയേര്. കർത്താവ് പറയുക, ജനം ഉരുട്ടി വെച്ചതാണെന്നേ. ഇന്ന് വിശ്വാസത്തോടെ ഇന്ന് രാത്രികാലം ആ കല്ലൊന്നെടുത്ത് മാറ്റും. അവിടെ നാറ്റമല്ല, ജീവനാ വെളിപ്പെടുന്നത് കേട്ടോ. ദൈവമക്കളെ, ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ വിളിക്കപ്പെട്ടവരാ നമ്മള്. ജീവന്റെ ശക്തി വ്യാപരിക്കാൻ പോകുക. എവിടെ ജനം കല്ലുരുട്ടി വെച്ചിരിക്കുന്നു അത് മാറ്റിയാൽ മതി. എവിടെയാണ് മുൻവിധിയുടെ പാറക്കല്ല് വെച്ചിരിക്കുന്നത് അത് ഉരുട്ടി മാറ്റിയാൽ അതെടുത്ത് മാറ്റിയാൽ മതി എന്ന്. എന്നിട്ടേ ഈ മാർത്ത പറയുന്നു, കർത്താവ് അത് പറഞ്ഞപ്പോൾ മാർത്ത പറയുന്ന ഒരു കാര്യമാണ്, അവൻ മരിച്ചിട്ട് 4 ദിവസമായി കർത്താവേ, നാറ്റം വെച്ച് തുടങ്ങി എന്ന് കർത്താവിന് അറിയത്തില്ലയോ? പരിശുദ്ധാത്മാവ് ശക്തമായി എന്നോട് പറയുന്നു, ദൈവമക്കളെ, നാറ്റം വരുന്നിടത്താണ് ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ സുഗന്ധം വെളിപ്പെടാൻ പോകുന്നത് കേട്ടോ. ബിനു അജു മുംബൈ, ആ ഡിവൈസിലെ ആൻറ്റി, ഭവനത്തിന്റെ ഉള്ളിൽ നിന്നും ക്രിസ്തുവിന്റെ സുഗന്ധം ദേശത്ത് പരക്കുവാൻ എനിക്കൊന്ന് റെസ്പോണ്ട് ചെയ്യണേ. എന്റെ സിഗ്നലും പുവറാണെന്ന് എനിക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇപ്പം കേൾക്കുന്നുണ്ട്. ഓക്കെ സ്തോത്രം. ഓക്കെ സൂസനാന്റി, എനിക്കൊരു ഇൻഡിക്കേഷൻ തരണേ. അഥവാ ഇടയ്ക്ക് വാക്ക് കേൾക്കാതെ വന്നു കഴിഞ്ഞാൽ എന്നോടൊന്ന് പറയണേ. കാരണം സിഗ്നൽ ഇവിടെ കുറവാണ്, ശക്തമായ മഴയും കാറ്റുമാണ്, അതുകൊണ്ട് സിഗ്നൽ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ദൈവത്തിന്റെ ആത്മാവ് ആന്റിയോട് ശക്തമായി പറയുക, ഭവനത്തിന്റെ ഉള്ളിൽ ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കേണ്ട സമയം തൊട്ടടുത്ത കേട്ടോ, തൊട്ടടുത്ത. ഏത് വിഷയത്തില്
ജയിലഹസ്തുര തന്നെത്താൻ മനസ്സോടെ അല്ലെങ്കിലും നാറ്റം വന്നല്ലോ കർത്താവേ എന്ന് കരയേണ്ടി വന്ന വിഷയമുണ്ടല്ലോ, കർത്താവ് തൊട്ടുണർത്താൻ പോകുകയാ. ജീവല വൈടക രഹസ്യ ദൈവം മക്കളെ സകലരും ഈ ദൂതേറ്റെടുത്തോ. ഈ ലാസർ കല്ലറയ്ക്കകത്തായപ്പോഴും കർത്താവ് പറയുകയാ, അവൻ ഉറങ്ങുവാൻ ഞാൻ ഉണർത്താനായിട്ടാ പോകുന്നതെന്ന്. വിശ്വസിക്കാൻ പറ്റുമോ? ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ലാസർ നിർജീവമായി ശരീരമായി കിടക്കുമ്പോഴും കർത്താവ് പറയുക, ലാസർ ഉറങ്ങുന്നു, ഞാൻ ഉണർത്താൻ പോകുക. കർത്താവിന് അത്രയും നേരം മതി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാന്. ദൈവമക്കളെ, തൊട്ടടുത്ത ദൈവപ്രവൃത്തി നിശ്ചലമായ വിഷയങ്ങളെ കർത്താവ് ഇന്ന് രാത്രി കാലം തൊടുക. വർഷങ്ങളായി കർത്താവ് 4 വർഷത്തിന്റെ ഒരു കണക്ക് എന്നോട് പറയുന്നു. അത് പറയുക, 4 വർഷം കൊണ്ട് കരയുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ. സുസനി, കർത്താവിന്റെ ദാസിയെ, 4 വർഷം കൊണ്ട് ചില വിഷയങ്ങൾക്ക് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമുണ്ടല്ലോ. കൂട്ടായ്മയിൽ തന്നെ പല വിഷയങ്ങളും 4 വർഷത്തിന്റെ ഗ്യാപ്പിനുള്ളിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമുണ്ടല്ലോ. കർത്താവിന് ജീവിപ്പിക്കാൻ പോകുക കേട്ടോ. ലാസർ പന്തിക്കിരുന്നത് പോലെ, ലാസർ യേശുവിനോട് കൂടെ ഭക്ഷണത്തിന് ഇരുന്നത് പോലെ. യെസ്, ഈ അനുഭവം കണ്ട പല യഹൂദന്മാർ അവിടെ വന്നതുപോലെ ഉണ്ടല്ലോ. ഒരു വിരുന്നൊരുക്കാൻ പോകുക, ഒരു ആത്മീക വിരുന്നൊരുക്കാൻ പോകുക കർത്തൃദാസി. ചിലരെ കൂട്ടായ്മയ്ക്ക് ഇനി ക്ഷണിക്കാൻ പോകുക. പല സാക്ഷ്യങ്ങൾ വെളിപ്പെടാൻ പോകുക. പല ഭവനങ്ങളിൽ സാക്ഷ്യം വെളിപ്പെട്ട് ആ സാക്ഷ്യങ്ങൾ പുറത്തു പോയി ജനത്തെ ഒരു മാഗ്നറ്റ്, ഇരുമ്പ് കഷ്ണത്തെ ഒരു കാന്തം പിടിച്ചെടുക്കുന്നത് പോലെ ഒറ്റ സാക്ഷ്യം മതി ജനത്തെ പിടിച്ചെടുക്കുവാന്. അങ്ങനെ അത്ഭുത സാക്ഷ്യങ്ങൾ ഈ കൂട്ടായ്മയിൽ നിന്ന് ഉയർന്ന് പുറത്തു പോകും കേട്ടോ. ദൈവമക്കളെ, പ്രത്യേക ഈ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അധിക സമയം ഇല്ല ഭവനങ്ങൾക്കുള്ളിൽ ദൈവശക്തി വ്യാപരിക്കുവാന്. എന്നാൽ മുൻവീതിയുടെ കല്ലെടുത്ത് മാറ്റണം. നമ്മളായി വെച്ച ചില കല്ലുകളുണ്ട്. പലരും നിർബന്ധമായി നമ്മുടെ മുൻപിൽ നമ്മൾ വിശ്വസിച്ചിട്ടും എടുത്തു വെച്ച കല്ലുകളുണ്ട്. ആ കല്ലുകളെ ഇന്ന് രാത്രി, യെസ്, കർത്താവ് നമ്മൾക്ക് കഴിയത്തില്ല കേട്ടോ. നമ്മുടെ ബുദ്ധിക്ക് കഴിയത്തില്ല, നമ്മുടെ കഴിവിനാലും കഴിയത്തില്ല. കർത്താവിനോട് പറ, യേശുവിനെ കല്ലറയ്ക്കൽ വെച്ചില്ലേ ഒരു കല്ല്, അതെങ്ങനെയാ മാറിപ്പോയത്? സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വന്ന് അതിനെ മാറ്റി അതിന്റെ പുറത്ത്. ഇന്ന് രാത്രികാലം കർത്താവ് പറയുന്നു, ഞാൻ എന്റെ ജനത്തിന്റെ മുൻപിലുള്ള കല്ലിനെ ഉരുട്ടി മാറ്റാൻ ഞാൻ ശക്തനാണ്. ഏൽപ്പിച്ചു തന്ന് വിശ്വസിച്ച അതേ കർത്താവ് ഇവിടെ ഒരു കല്ലുണ്ടെന്ന് പറഞ്ഞ് സമർപ്പിച്ചാൽ മതി, കർത്താവ് അത് പ്രവർത്തിക്കും കേട്ടോ. വേഗം വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. ഒറാബാല വൈദക രഹസിക്കാന ഒരു വാക്യം കൂടി വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 10:40 മുതൽ 42 വരെ ഒന്ന് വായിക്കണേ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 40 മുതൽ 42 വരെ. മാർത്തയ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്ക വന്നു, കർത്താവേ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയുമില്ല. ആമേൻ. പല പ്രാവശ്യം പല ദൂതുകൾ ഇതിൽ നിന്ന് കേട്ടതാ അല്ലേ? കർത്താവ് ഈ വചനം ഇന്ന് രാത്രികാലം ചൂണ്ടിക്കാണിക്കുന്നത് ജീവിതത്തിന്റെ ഒരു മേഖലയിൽ വിടുതലിന് വേണ്ടിയാ കേട്ടോ. ഇന്നൊരു വിടുതൽ സംഭവിക്കാൻ പോകുകയാ ദൈവമക്കളെ. മാർത്ത എന്താ ചെയ്തത്? മാർത്ത അതിഥി സൽക്കാരമാ നോട്ടം വെച്ചത്. അത് നല്ലതാ, അത് ചെയ്യണം, അത് ചെയ്തേ മതിയാകും. കർത്താവിന്റെ കൽപ്പനയാ. പ്രാക്ടീസ് ഹോസ്പിറ്റാലിറ്റി, അത് കർത്താവിന്റെ കൽപ്പനയാ. എന്നാൽ ഇത് കർത്താവിന്റെ വേലയാണെന്നേ. എന്നാൽ ഒരു കാര്യം ചിന്തിക്കണേ, ദൈവാത്മാവ് ഇന്ന് ചോദിക്കുന്നത് കർത്താവിന്റെ വേല ചെയ്യുവാനും ദൈവത്തിന്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുവാനും ആഗ്രഹം വളരെ ഉണ്ട്, ചെയ്യുന്നുമുണ്ട്. പക്ഷെ ഇന്ന് കർത്താവ് ചോദിക്കുന്നു, ഈ ബദ്ധപ്പാടിന്റെ നടുവിൽ, കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ നടുവിൽ വേലയ്ക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട്
ദൈവം ആഗ്രഹിക്കുന്ന നിലവാരം, നമ്മൾ ദൈവവും നമ്മളുമായിട്ടുള്ള ഒരു പേഴ്സണൽ, ഒരു വ്യക്തിപരമായ ഒരു കൂട്ടായ്മയുണ്ടല്ലോ, ഒരു ഇന്ററാക്ഷൻ ഉണ്ടല്ലോ. ആ ഒരു ഇന്ററാക്ഷൻ നമ്മൾ മറന്നു പോകുന്നുണ്ടോ? അതിനുവേണ്ടി സമയമെടുക്കാൻ പറ്റാതെ ഇരിക്കുന്നുണ്ടോ? തന്നെത്താനെ ഒന്ന് വിവേചിക്കാം. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. നമുക്ക് തന്നെത്താനെ ഒന്ന് വിവേചിക്കാം. കർത്താവിന്റെ വേല ചെയ്യാനൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. പ്രത്യേക കർത്താവിന്റെ ഓരോരോ ചെറിയ ചെറിയ വിഷയങ്ങൾ, പ്രാർത്ഥന പോലും ഒരു മിനിസ്ട്രിയാണ്, ഒരു ശുശ്രൂഷ. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നവരല്ലേ, ഒത്തിരി കാര്യങ്ങൾ നല്ലതാ. പക്ഷെ അതിന്റെ ഇടയില് നമ്മളും കർത്താവ് മാത്രമുള്ള ഒരു തലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? ആ ഒരു കോർണർ നമ്മളും ദൈവവുമായിട്ട് മാത്രം, നമ്മൾ ദൈവത്തോട് നമ്മളുടേതായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഇന്ററാക്ഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയാൻ മടങ്ങി വാ. ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവദാസിമാരെ സമയം കിട്ടിയില്ലെങ്കിലും ഹൃദയം കൊണ്ട് കർത്താവിനോട് ചേർന്ന് പറ്റിച്ചേർന്ന് ആ മാർഗോട് ചേർന്ന് നടക്കുന്ന, ആ പ്രിയന്റെ മേൽ ചാരി നടക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. എന്നാലേ മാർത്ത പ്രാപിക്കാത്ത പലതും മറിയ പ്രാപിച്ചു. അവൾ നല്ല അംശം തിരഞ്ഞെടുത്തു. എന്താ? അപ്പുറത്ത് സഹോദരി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് പ്രാപിക്കേണ്ടത് പ്രാപിക്കുക. അതിന്റെ പ്രതിഫലം എന്താണെന്ന് അറിയാമോ? അവൾ ഭവനത്തിന്റെ ഉള്ളിൽ വിലാപം പുറത്ത് ജനം ചെയ്യുമ്പോൾ മാർത്ത അവിടെയും പലതിനെ ചൊല്ലി, സഹോദരന്റെ വിഷയം തന്നെയാ. പക്ഷെ അവലാതി യേശുവിനോട് പറയുമ്പോൾ മറിയയും അത് തന്നെയാ പറഞ്ഞ. പക്ഷെ അവൾ ഭവനത്തിലിരുന്നു. യേശുവിന്റെ മുന്നിൽ വന്നപ്പോൾ അവൾ മുത്തുമേലിരുന്ന് കരഞ്ഞു കേട്ടോ. അവൾ വീണ് കരഞ്ഞു. ദൈവമക്കളെ, നെടുമ്പാട് വീണ് കരയുവാൻ, ഹൃദയം കൊണ്ട് അങ്ങ് വീഴാൻ, ദൈവത്തിന്റെ പാദപീഠത്തിൽ ഒന്നും വീഴാൻ ഇന്ന് രാത്രി കർത്താവ് ആഹ്വാനം ചെയ്യുന്നു. അനുസരങ്ങളെ ഒന്ന് നോക്കണ്ട കേട്ടോ. നമ്മൾ എന്തിനാ ഇത്രയും കിടന്ന് കരയുന്നെന്ന് ജനം ചോദിച്ചെന്ന് വരും. പക്ഷേ അതിന് പ്രതിഫലമുണ്ട് കേട്ടോ. ഏത് വിഷയത്തിൽ നമ്മൾ ഭാരപ്പെടുന്നു അതിന്റെ മേൽ ദൈവം പ്രവർത്തിക്കാൻ പോവുക. വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഒരു മുൻവിധിയുടെ ഒരു വിഷയം പറയാൻ പോകുക, ഒരു പാറയുടെ വിഷയം പറയാൻ പോകുക കേട്ടോ. ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തന് അല്പം അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. 6-ാമത്തെ വാക്യം കൂടെ. അവനെ പരീക്ഷിപ്പാൻ അത്ര ചോദിച്ചത്, താൻ എന്തു ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. കർത്താവ് ഇന്ന് രാത്രി നമ്മളോട് ഈ വചനത്തിലൂടെ ഇടപെടാൻ പോകുക കേട്ടോ. നമ്മുടെ വിഷയത്തിൽ പരിഹാരം ചെയ്യാനായിട്ടോ. നമ്മൾക്ക് നന്നായി അറിയാവുന്ന ഭാഗമാണ്. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് ഒന്നും കടക്കുന്നില്ല. എന്നാൽ യേശു പറയുന്നത്, നിങ്ങളിവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. നമ്മുടെ ബുദ്ധിക്ക് അസാധ്യമാണോ ദൈവമക്കളെ? നമ്മുടെ ബുദ്ധിക്ക് അസാധ്യമല്ലേ? നമ്മുടെ കഴിവിന് ഒത്തവണ്ണമാണ് കർത്താവ് ഇത് പറയുന്നത്. ഇന്ന് രാത്രികാലം കർത്താവ് പറയുന്നു, നിങ്ങൾ ജനത്തിന് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. ഇവിടെ ഉള്ള സകലരോടും ദൈവാത്മാവ് ശക്തമായി പറയുന്നു. ഒരു കൂട്ടം ജനം കടന്നു വരാൻ പോകുക. ഓരോരുത്തരും താൻ നിലവാരത്തിൽ തയ്യാറായിക്കോ. ചീട്ട് വീടാൻ പോവുക, വിളമ്പാനായിട്ട് ചീട്ട് വീടാൻ പോവുക കേട്ടോ. ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്നു. ആരും തലയിൽ വെച്ച് കൈവച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും സഹോദരിമാരെ, ആന്റിമാരെ, ദൈവാത്മാവ് ശക്തമായി പറയുന്നു, നിങ്ങളുടെ മേൽ ഞാൻ ചീട്ടിടാൻ പോകുക. നിങ്ങളുടെ മേലുള്ള തിരഞ്ഞെടുപ്പ് വെളിപ്പെടാൻ പോകുക. ഷീന റെജി എന്ന ഡിവൈസിലെ ആൻറ്റിയോട്, ഷീന റെജി എന്ന ഡിവൈസിലെ ആൻറ്റി കേൾക്കുന്നുണ്ടോ? ഭവിഷ്യകാല ഞാനിത് പേര് പറയുമ്പോൾ എടുത്തു ചോദിക്കാനുള്ള കാരണം അത് ശ്രദ്ധിക്കാതെ പോകരുതെന്നുള്ള കാരണത്താല. സ്തോത്രം. ദൈവാത്മാവ് പറയുന്നു, പിൻനിരയിൽ നിൽക്കാനല്ല, മുൻനിരയിൽ വന്ന് വിളമ്പാനാ കർത്താവ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. മുൻനിരയിൽ വന്ന് വിളമ്പാനാ. ഞാൻ എന്ത് കൊടുക്കുമെന്ന് പറയേണ്ട കാര്യമില്ല. ഉള്ളത് അല്പമേ ഉള്ളൂ. അല്പം ഉണ്ട്, ഇല്ലെന്ന് പറയരുത്. അല്പമാണ്, പക്ഷേ ഉണ്ട്. അതിനെ വർദ്ധിപ്പിക്കേണ്ട സമയമായത്.
ഇന്ന് രാത്രി മുതൽ കർത്താവ് അത് തീരുമാനിച്ചിരിക്കുക. ഉള്ളത് കർത്താവിന്റെ കയ്യിൽ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് അതിനെ നുറുക്കും. ബാലന്റെ കയ്യില് 5 അപ്പവും 2 മീനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ജനം എത്രയാ? 5000 പുരുഷന്മാർ തന്നെ. പിന്നെ സ്ത്രീകളും മക്കളും ഉണ്ട്. ദൈവാത്മാവ് പറയുക, നിന്റെ കയ്യിലുള്ളതിനെ അങ്ങ് ഏൽപ്പിച്ചു തന്നാ മതിയെന്ന്. ഞാനതിനെ നുറുക്കിക്കോളാം, ഞാനതിനെ നുറുക്കിക്കോളാം. ഞാനത് പ്രവർത്തിക്കാൻ പോകുക. ശീകാല രകന ഹസ്തുര ജുഡബല. ജനത്തെ നോക്കണ്ട കേട്ടോ, ജനത്തെ നോക്കണ്ട, ജനത്തിന്റെ അനുഭവങ്ങളെ നോക്കണ്ട. ഒറിബല ഔഷധാലകസ്ഥീരികി. ജനത്തിന്റെ അനുഭവങ്ങളെ നോക്കണ്ട. ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ഈ ദിവസങ്ങളിൽ തന്നെ ഒരു പ്ലാറ്റ്ഫോമിലോ റീപാല ഭവിഷ്യതാരിക വചനത്തെ വിളമ്പുവാൻ ചിലരെ കൂട്ടിക്കൊണ്ട് വരികയാണ്. ഒരു പ്ലാറ്റ്ഫോം ദൈവാത്മാവ് ഒരുക്കാൻ പോകുന്നു. ഒരു പ്ലാറ്റ്ഫോം. അയ്യോ, പേടിക്കരുത് കേട്ടോ, പേടിക്കരുത്. ഇപ്പോഴത്തെ ഹൃദയത്തിൽ ഒരു ചഞ്ചലിപ്പ് പരിശുദ്ധാത്മാവ് കാണുന്നു. നോ, പേടിക്കരുത്. ദൈവസ്ഥലിനെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് പറയുന്നു, ഞാനത് പ്രവർത്തിക്കും. എന്റെ ദാസിയെ ഞാൻ നിന്നെ അതിനു വേണ്ടി തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയിരിക്കുക. തക്ക സമയത്തിന് നാവിനെ ഞാൻ തൊടാൻ പോവുകയാ കേട്ടോ. ചിലർ അന്വേഷിച്ച് കടന്നു വരും. ചില ഫോൺ കോളൊക്കെ വരും. സിസ്റ്ററെ, വചന ശുശ്രൂഷിക്കണേ, സാക്ഷ്യം പറയണേ. സമയം തക്കത്തിൽ ഉപയോഗിച്ചോണം. ദൈവ അവസരങ്ങൾ ഒരുക്കാൻ പോകുകയാ. ഈ ഷീനാന്റിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, ഇവിടെ ഇരിക്കുന്ന ചില സഹോദരിമാരെ ദൈവാത്മാവ് പിൻ പോയിന്റ് ചെയ്തുകൊണ്ട് പറയുന്നു. റാഗല ജുഡമന കർണധീര ബഷിയാര. പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലര് ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ചില സഹോദരിമാര് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, കുറച്ചു നാളുകളിലായി പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ഹേമിച്ചു കൊണ്ടിരിക്കുക. ചില വചനങ്ങളാ ഹൃദയത്തിൽ തന്നുകൊണ്ടിരിക്കുകയാ. അത് ഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അത് പറയാൻ ആരോടും എങ്കിലും ഒന്ന് പറയണം എന്നുള്ളൊരാഗ്രഹമുണ്ടെങ്കിലും അവസരവുമില്ല, അതിനുള്ളതായ സാഹചര്യങ്ങൾ ഒത്തുവരുന്നില്ല, അതിനുള്ള ശക്തി ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്ന ഒരവസ്ഥയാ. കർത്താവ് പറയുന്നു, ഞാൻ ആ തലത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരും കേട്ടോ. അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അത് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. ലിസി എന്ന ഡിവൈസിലെ ആന്റിയോട് പരിശുദ്ധാത്മാവ് പറയുന്നു, യെസ്, വായ വിസ്താരത്തിൽ തുറക്കും, ഞാനതിനെ നിറയ്ക്കും. വിശ്വസിക്കാമോ? കർത്താവ് ദേവദാസിയോട് ചോദിക്കുക, വിശ്വസിക്കാമോ? യെസ്, ആമേൻ, 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 ആമേൻ. ജനത്തിന്റെ മുഖത്തെ ഒന്നും നോക്കരുത്, ജനത്തിന്റെ മുഖത്തെ ഒന്നും നോക്കരുത് കേട്ടോ. ആരോടായി സംസാരിക്കുന്നതൊന്നും നോക്കരുത്. ദൈവം തക്ക സമയത്ത് സാക്ഷ്യങ്ങളിലൂടെ അങ്ങ് തുടങ്ങും. ബാക്കി ദൈവാത്മാവ് കൈകാര്യം ചെയ്തോളും കേട്ടോ. സാക്ഷ്യം പറഞ്ഞു തുടങ്ങിയാൽ മതി, ബാക്കി കർത്താവ് പറയുന്നു, ഞാൻ അങ്ങ് ഏറ്റെടുത്തോളാം. എന്റെ ആത്മാവ് നയിച്ചോളും. ചില അവിശ്വാസികളോട് സാക്ഷ്യം പറയാൻ പോകുന്നു കേട്ടോ. അവിശ്വാസികളോട് കർത്താവിൽ വിശ്വസിക്കാത്ത ചിലരോട് യേശുവിനെ അറിയാം, പക്ഷെ അറിയുന്നില്ല എന്നുള്ള ഒരു ഭാവത്തിൽ നടക്കുന്ന ചിലരെ ചൂണ്ടായിട്ട് പിടിക്കാൻ പോവാ. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചോ. ഈ വിഷയത്തിൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാല് അടുത്ത സമയത്ത് തന്നെ ദൈവ പ്രവൃത്തി ആരംഭിക്കും. അതൊരു ചുടമന കന്ധരെ. ഈ ഫിലിപ്പോസെ ജനത്തെ നോക്കിയ, ജനത്തിന്റെ പുരുഷാരത്തിന്റെ ആ അംഗസംഖ്യ കണ്ടുകൊണ്ടാ, ആ നമ്പർ കണ്ടുകൊണ്ടാ യേശുവിനോട് പറഞ്ഞത്, ഇത്രയും രൂപയ്ക്ക് പോലും. കർത്താവ് നമ്മുടെ കണക്കൂട്ടലൊക്കെ മാറ്റാൻ പോവാ കേട്ടോ. അതൊരു മുൻവിധിയാ. മുൻവിധിയുടെ കല്ല എടുത്ത് വെച്ചേക്കുന്നത്. അതൊരു മുൻവിധിയാ കേട്ടോ. ആ മുൻവിധിയുടെ കല്ല് ദൈവമക്കളെ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ എടുത്ത് മാറ്റിക്കും. കാരണം നമ്മുടെ കണക്ക് കൂട്ടലുകള്, നമ്മുടെ ബജറ്റുകൾ കർത്താവ് മാറ്റിയിട്ട് കർത്താവിന്റെ ബജറ്റിനൊത്തവണ്ണം, യെസ്, കർത്താവ് പ്രവർത്തിക്കാൻ പോവാ. റെജി ജോണി എന്ന ഡിവൈസിലെ സിസ്റ്ററെ, കർത്താവ് പറയുന്നു, ബജറ്റ് മാറ്റുന്ന ദൈവ പ്രവൃത്തി ഭവനത്തിൽ വെളിപ്പെടും കേട്ടോ. ഗ്രഹിക്കുന്നുണ്ടോ? പറയുന്നത് മനസ്സിലായല്ലോ അല്ലേ? ബജറ്റ് മാറ്റുന്ന, കണക്ക് കൂട്ടലുകൾ മാറ്റി കർത്താവ് കണക്കിനെ നമ്മുടെ കണക്കിനെ തെറ്റിച്ചുകൊണ്ട് കർത്താവിനെ കണക്കെഴുതാൻ പോവാ കേട്ടോ. അവസാനം ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ ഇതെങ്ങനെ സാധിച്ചു എന്ന് ഭവനത്തിന്റെ ഉള്ളിൽ തന്നെ ഒരു സാക്ഷ്യം വെളിപ്പെടും.
ദൈവമക്കളെ, നിങ്ങളുടെ വിശ്വാസത്തിന് ഉറപ്പിന് വേണ്ടി എന്റെ ഒരു വ്യക്തിപരമായ ഒരു അനുഭവം കർത്താവ് എന്നെ ഹേമിക്കുന്നത് കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഞങ്ങൾ ഡൽഹിയിൽ നിന്നും കേരളത്തിൽ വന്ന സമയത്ത് നിങ്ങൾ വിശ്വസിക്കണം കേട്ടോ, ഈ അനുഭവം ഞങ്ങൾ അനുഭവിച്ചവരാണ്. ഞങ്ങൾക്കൊരു ഭവനം, സ്വന്തമായിട്ട് ഒരു ഭവനമില്ല. ഞങ്ങളുടെ അനുഭവം വാടകയ്ക്കാ. ഞാൻ ദൈവമക്കളെ സത്യം പറയട്ടെ, ഞാൻ ജനിച്ചത് ഒരു വാടക വീട്ടില്. ഞങ്ങൾ ഡൽഹിയിൽ നിന്നും ഇവിടെ വരുന്നത് വരെ 2022 വരെ വാടക വീട്ടിൽ തന്നെയാണ് ജീവിതം മുൻപോട്ട് പോയത്. ഇടയ്ക്ക് കുറച്ച് നാൾ ക്വാർട്ടേഴ്സ്, ഡാഡി ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നുകൊണ്ട് ഗവൺമെന്റ് ക്വാർട്ടേഴ്സിൽ കുറച്ച് നാളുകൾ, ചുരുക്കം നാളുകൾ താമസിച്ചു. കുറച്ച് വർഷങ്ങൾ, മാക്സിമം ടൈം വാടക വീട്ടിലാണ്. ഒരിക്കലും ചിന്തിച്ചില്ല കർത്താവ് ഞങ്ങൾക്ക് ഒരു ഭവനം തരുമെന്നാ. ഭവനത്തിന്റെ പണി ആരംഭിച്ചു. ചുരുക്കമായ ബജറ്റ്, ഞാൻ ഡീറ്റെയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല, സമയമില്ലല്ലോ. കുറെ കാര്യങ്ങൾ ദൈവാത്മാവ് വചനത്തിലൂടെ സംസാരിക്കാനുണ്ട്. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. ഞങ്ങളുടെ കയ്യിൽ പരിമിതമായ എമൗണ്ട് ആവുള്ളത്. അതും ഒരു വീര്യപ്രവൃത്തിയാ. വിൽക്കാൻ കഴിയാതെ വർഷങ്ങളോളം കിടന്നതായി ഒരു നിലത്തെ വിൽക്കുവാൻ കർത്താവ് സഹായിച്ചിട്ട് അതിന് പരിമിതമായ ഒരു സമ്പാദ്യം കർത്താവ് തന്നു. ഒരു എമൗണ്ട് കർത്താവ് തന്നിട്ട് കേരളത്തിലേക്ക് പറഞ്ഞു വിട്ടു. ദൈവവേലയ്ക്ക് എനിക്ക് കർത്താവ് തന്നുകൊണ്ടിരുന്ന ശമ്പളം അവിടെ ഡൽഹി വെച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുവാൻ കർത്താവ് സഹായിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ജോലി വിടാൻ കർത്താവ് പറഞ്ഞപ്പോഴാ ജോലി വിട്ടത്. കർത്താവ് ഏൽപ്പിച്ചതായ ജോലിയിൽ നിന്നും കർത്താവ് തന്നതിനനുസരണത്തില് ദൈവം കൽപ്പിക്കുന്നത് പോലെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അതുകൊണ്ട് വലുതായ ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ല. ഞങ്ങൾ എന്ത് ചെയ്യും? കർത്താവിനോട് ചോദിച്ചതാണ്. യഹോവ ഇരയെന്ന് കർത്താവ് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കർത്താവ് ഒരു കാര്യം ചെയ്തു. ദൈവാത്മാവ് ഒരു ദൈവദാസിയിലൂടെ ഒരു ദൂത് പറഞ്ഞു കേട്ടോ. നിങ്ങളുടെ ബജറ്റിന് ഒത്തവണമല്ല ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത്. ദൈവത്തിന്റെ ബജറ്റാ. മുൻപിൽ കാണുന്നത് ഈ 5 അപ്പവും 2 മീനും പോലെ ചുരുക്കം. അത്തവന്റെ സന്നിധിയിൽ അത് ഏൽപ്പിച്ചു കൊടുത്തു കേട്ടോ. ദൈവമക്കളെ, എന്ത് പറയണം? ഭവനത്തിന്റെ വർക്ക് കംപ്ലീറ്റ് ആയി. പക്ഷേ കൃത്യമായി എത്ര രൂപ ചെലവായി എന്ന് ഇന്ന് ചിന്തിച്ചാൽ പോലും അത്ഭുതപ്പെടുമാറ്. ഞങ്ങളുടെ ബജറ്റിന് ഒത്തവണ്ണമല്ല സ്വർഗത്തിലെ പിതാവ് ഉള്ളതിനെ നുറുക്കി ഞങ്ങളുടെ കയ്യിൽ തന്നു. നുറുക്കി തന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പോലും അത് ഉൾക്കൊള്ളാൻ കഴിയാത്തവണ. എനിക്കിപ്പോഴും ഞാൻ മമ്മിയോടും ഡാഡിയോടും ചില സമയത്ത് ഇപ്പോഴും പറയും, മമ്മി നമ്മുടെ ഭവനത്തിന് വേണ്ടി, ഡാഡി നമ്മുടെ ഭവനത്തിന് വേണ്ടി ചെലവായത് ആകെ എത്ര തുകയാ അറിയില്ല. ആർക്കെങ്കിലും പറഞ്ഞ വിശ്വസിക്കാമോ? ദൈവമക്കളെ, ഇതാ ദൈവ പ്രവൃത്തി കേട്ടോ. ചിലര് ഡൽഹിയിൽ വെച്ച് സാധാരണ ദൈവാത്മാവ് ഇടപെട്ട ഒരു വിഷയമാണ് കേട്ടോ. നൂലേൽ കെട്ടി ഇറക്കി തരുമെന്ന്. അതൊരു ചൊല്ലല്ലേ. കർത്താവ് അത് കാണിച്ചു തന്നു. ദൈവമക്കളെ, ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ചില ദൈവമക്കളോട് ദൈവാത്മാവ് ഇടപെടുന്നു. കർത്താവ് നിങ്ങളുടെ ഭവനങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്വർഗീയ കിളിവാതിൽ തുറന്നിറക്കി തരാൻ പോകുക. ഹല്ലേലൂയ! വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവർക്ക് വിടുതല കേട്ടോ. കൺമുൻപിൽ അത് കാണാൻ പോകുക. ജീവിതത്തിന്റെ ഏത് മേഖലകളിലാ തടസ്സമായിരിക്കുന്ന കല്ലുകളുള്ളത്, മുൻവിധിയുള്ളത്, അതിനെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. മേരി ആന്റി, ഏത് വിഷയത്തിലാ ഭവനത്തിലുള്ള ജനം തന്നെ ചില കല്ലുകൾ എടുത്തു വെച്ചിട്ടുണ്ട്, അതിനെ ഊരുട്ടി മാറ്റുക. ഇന്ന് രാത്രി കാലം വിശ്വാസത്തോടെ ആ കല്ലിനെ എടുത്തൊന്ന് മാറ്റിക്ക്. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണെന്ന്. ചിലരുടെ ബജറ്റ് ആര് ഏറ്റെടുക്കുന്നു അവർക്ക് വിടുതല കേട്ടോ. സുജാഡനി ആ ഡിവൈസിലെ സിസ്റ്ററെ, കർത്താവ് പറയുക ബജറ്റ് മാറ്റാൻ പോവാ കേട്ടോ. ചിലരോട് വ്യക്തിപരമായി ബജറ്റിന്റെ കാര്യം പറയുന്നത് ദൈവം ഒരു അതിരിനെ വിസ്താരമാക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. ആരംഭിച്ചു കഴിഞ്ഞു, സംശയിക്കരുത്. കൺമുൻപിൽ അതിന്റെ അടയാളങ്ങൾ വെളിപ്പെടാൻ അധിക സമയം ഇല്ല കേട്ടോ. ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. അതിനെ വിസ്താരമാക്കാന് വേലി പൊളിച്ച് ദൈവം വേലിയെ ദൂരത്ത് മാറ്റി വേലി പണിയുന്നതായ ഒരു അനുഭവം പരിശുദ്ധാത്മാവ് ദർശിക്കുക.
റീഖാന ബൗണ്ടറി അങ്ങ് എൻലാർജ് ചെയ്യുക, ബൗണ്ടറിയെ മാറ്റുക കേട്ടോ. ഒരു അതിരുണ്ടല്ലോ, ബുദ്ധിയിൽ ഒരു അതിരുണ്ടല്ലോ, ഇത്ര കാര്യങ്ങളുണ്ട്. അതിന് അപ്പുറത്തേക്ക് ദൈവത്തിന്റെ ബൗണ്ടറി, കർത്താവിന്റെ ബൗണ്ടറി. യെസ്, അളവുനൂൽ മനോഹര ദേശത്തിട്ടിരിക്കുക കർത്താവ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്ന സമയം പോകുന്നല്ലോ. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. ദൈവമക്കളെ, ഇത് സാധാരണയായി ഈ കാലത്ത് ആത്മിക ഗോളത്തിൽ തന്നെ ദൈവജനത്തിന്റെ ഇടയിൽ തന്നെ സംസാരിക്കപ്പെടുന്നതും ചിന്തിക്കപ്പെടുന്നതുമായ ഒരു കാര്യമാണെന്ന് പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വചനത്തിലേക്ക് കടക്കുവാൻ ഇടയാകുന്നത്. ആത്മിക ഗോളത്തിൽ ഇത് സംഭവിക്കാൻ പാടില്ല. ഈ പ്ലാറ്റ്ഫോമിൽ പബ്ലിക്ലി ഇത് വിളിച്ചു പറയാൻ ഒരു കാരണമുണ്ട് കേട്ടോ. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ദൈവജനം ശക്തന്മാരുടെ ഒരു കൂട്ടമായുണ്ട്. കർത്താവ് നിങ്ങളെ അഭ്യാസികളായി പുറത്തു കൊണ്ടുപോയി ജനത്തിന്റെ ഇടയിൽ നിന്ന് ചിലരെ വിടുവിച്ചെടുക്കുവാനുണ്ട്. അതിനു വേണ്ടി ഒരുക്കുകയാ. വചനം വായിക്കാം. അന്യജാതക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ആമേൻ, ആമേൻ. ദൈവാത്മാവ് ഈ വചനം എനിക്ക് തന്നപ്പോൾ സാധാരണയായി ചിന്തിച്ചു പോകുന്ന, കർത്താവേ, ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത് പറയണോ? സുസനാൻജി, ദീപാല ഭവിഷ്യധാരക കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ദൈവാത്മാവ് ശക്തമായി കർത്താവിന്റെ ദാസിയോട് പറയുകയാ, ഈ മനോഭാവം വെച്ചുകൊണ്ടിരിക്കുന്ന ചിലരെ കർത്തദാസിക്ക് അറിയാം. വാളെടുക്കാൻ തയ്യാറായിക്കോ കേട്ടോ, വാളെടുക്കാൻ തയ്യാറായിക്കോ. പരിശുദ്ധാത്മാവ് ചിലരുടെ ഹൃദയങ്ങളെ ഒരുക്കിയെടുക്കാൻ പോകുകയാ. പത്രോസിന് ദർശനം കാണിച്ചു കൊടുത്തതുപോലെ ദൈവം ചിലരോട് ഇടപെടേണ്ടതിന് കർത്തദാസിക്ക് ചില മുഖങ്ങളും ചില ജീവിതങ്ങളെയും കാണിച്ച് അവരുടെ ഹൃദയത്തിനുള്ളിലിരിക്കുന്ന അവസ്ഥകളെ വെളിപ്പെടുത്തി തരാൻ പോകുകയാ. ചിലരെ ഹൃദയ പരിച്ഛേദനയ്ക്കായിട്ട് ദൈവാത്മാവ് വേർതിരിക്കാൻ പോകുക. അതിനുവേണ്ടി കർത്താവ് പറയുന്നു, വാളെടുത്തു കൊള്ളുക. വചനമെന്ന വാളെടുത്തു കൊള്ളുക. വചനത്തിലേക്ക് വേഗം മടങ്ങി വരട്ടെ. ഭവിഷ്യതാലകസ്ഥീരക. പത്രോസ് പറയുന്ന ആ പ്രമാണമുണ്ടല്ലോ, അത് യഹൂദന്മാരുടെ നടപ്പ. അങ്ങനെ നടത്തിപ്പ് അവരുടെ നാട്ടു നടപ്പ, അവരുടെ പ്രമാണമാ. ജാതികളോട് കൂടെ ഇടകലരരുത്, എന്നാൽ ഭക്ഷണം പോലും കഴിക്കരുതെന്ന. എന്നാൽ ദൈവം തന്നെ പത്രോസിന്റെ ഈ മുൻവിധി, ഈ മാനുഷികമായ മുൻവിധി പ്രമാണത്തിലുള്ളതാണെന്നേ. അവർ ജീവിച്ചു വന്ന, അവർ ശീലിച്ചു വന്ന പ്രമാണമാ അത്. പൂർവികന്മാരുടെ പ്രമാണം ഇങ്ങനെ തീരുമാനങ്ങൾ എഴുതി വെച്ചിട്ട് അത് പഠിച്ചു വന്നതാ. എന്നാൽ തക്ക സമയത്ത് ദൈവം പത്രോസിന്റെ ഹൃദയത്തെ ഒരുക്കി. എന്തിനാണെന്ന് അറിയാമോ? ഒരു കൊർനെലിയോസിന്റെ ഭവനത്തെ വിടുവിച്ചെടുക്കാൻ വേണ്ടി. ദൈവമക്കളെ, കൊർനെലിയോസ് മാത്രമല്ല, ചിലർ അവിടെ കൂടിയിരുന്നു കേട്ടോ. ആ കൊർനെലിയോസിന്റെ ഭവനം മാത്രമല്ല വിടുവിക്കപ്പെട്ടത്, ആ ഭവനത്തിൽ കടന്നു വന്ന സകലരും വിടുവിക്കപ്പെട്ടു. അതിനുവേണ്ടി ഒരു പത്രോസ് അങ്ങോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ദൈവമക്കളെ, നമ്മുടേതായിട്ടുള്ള ചില മാനുഷികമായ കണക്കൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ദൈവാത്മാവ് പറയുന്നു, നമ്മൾ സാധാരണയായി ഇന്ററാക്ട് ചെയ്യുവാൻ മടിക്കുന്ന ചില കൂട്ടങ്ങളിലേക്ക്. യെസ്, കർത്താവ് പറയുന്നു, അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല, അങ്ങനെ ഒരു കൂട്ടത്തോട് സംസാരിക്കുവാൻ ഇടയാകുമോ എന്ന് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു കൂട്ടത്തിനുള്ളിലേക്ക് യെസ് കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ ജനത്തെ അയക്കാൻ പോകുക. ആരുണ്ട് പോകാൻ? ഇന്ന് കർത്താവ് ചോദിക്കുക, അനീറ്റ എന്ന ഡിവൈസില് ആ മോളടക്കം നിങ്ങൾ 3 പേരാണ് ഡിവൈസിൽ കാണുന്നത്. കേൾക്കാമല്ലോ? യെസ് ആ ഡിവൈസിലെ മമ്മി ദൈവാത്മാവ് പറയുക, ശക്തമായി ദൈവാത്മാവ് പറയുക,
ഇതുവരെയും സംസാരിച്ചിട്ടില്ലാത്ത ചില ജനത്തോട് സംസാരിക്കാൻ നാവിനെ ഏൽപ്പിച്ചു തരിക. അയ്യോ, ഞാൻ എങ്ങനെ അവരോട് സംസാരിക്കാം, അവരെന്നെ കുറിച്ച് എന്താ ചിന്തിക്കൂന്നല്ലേ? റീഖാന ഹംസൂർ അലവശ്യ. കർത്താവ് പറയുന്നു, ഞാൻ അയക്കാൻ പോവാന്ന്. വിശ്വസിച്ച മോളടക്കം ദൈവാത്മാവ് പറയുന്നു, കുഞ്ഞിന്റെ വായും കർത്താവ് തുറക്കാൻ പോവുക. വിശ്വസിക്കാമോ? വിശ്വസിക്കുന്നു? വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല കേട്ടോ. കർത്താവിന് 5 അപ്പവും 5000 ജനത്തെ പോഷിപ്പിക്കേണ്ടതിനോ ഉപയോഗിക്കുവാൻ ഒരു കുഞ്ഞു ബാലനായിരുന്നു ആവശ്യം. മോൾക്ക് മനസ്സിലാകത്തില്ല, പക്ഷെ കുഞ്ഞിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. വാക്കിന്മേൽ ശക്തി പുറപ്പെടാൻ പോവുക. ദൈവാത്മാവ് ശക്തമായി പറയുന്നു, നിങ്ങൾ സംസാരിക്കുമ്പോൾ വാക്കിന് മേൽ ദൈവശക്തി വ്യാപരിക്കേണ്ടതിന് പ്രാർത്ഥനയോടെ വേണം സംസാരിക്കാന്. ഭവനത്തിലേക്ക് ദൈവാത്മാവ് ചിലരെ കൂട്ടിക്കൊണ്ട് വരും കേട്ടോ. വിശ്വാസ പ്രമാണം, വിശ്വാസത്തിന്റെ വ്യവസ്ഥകൾ പഠിപ്പിക്കുവാൻ ദൈവാത്മാവ് ചിലരെ കൂട്ടി വരുത്ത കേട്ടോ. അതിനുവേണ്ടി ഭവനത്തെ ഒരുക്കിയിരിക. ഇക്കാന ദീപാര വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് കത്തോലിക്കരുടെ വിശ്വാസ പ്രമാണമല്ലേ. സോറി, ആ വാക്കാണ് തെറ്റിപ്പോയത്. ദൈവമക്കളെ ക്ഷമിക്കണേ. ആക്ച്വലി വിശ്വാസത്തിന്റെ വ്യവസ്ഥകൾ, ആരെ വിശ്വസിക്കണം, നിങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്, ഇതെല്ലാം ബേസിക് ആയിട്ട് പഠിപ്പിക്കാൻ ഈ ഭവനത്തെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണെന്ന്. സൺഡേ സ്കൂൾ ലെവലിലുള്ള പഠിപ്പിനെ കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി പേടിക്കേണ്ട, അതിനുവേണ്ടി ഒരു ഭയം ഹൃദയത്തിൽ വ്യാപരിക്കുന്നത് പേടിക്കേണ്ട. ദൈവാത്മാവ് പറയുന്നു, ഞാൻ ഒരുക്കിക്കൊള്ളാം. സമർപ്പണം മാത്രം മതി, വായൊന്ന് തുറന്നാൽ മാത്രം മതി, ഞാനത് പ്രവർത്തിക്കും. സ്തോത്രം. മർക്കോസ് 5:36 വായിക്കാം. ഇതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തിയാ കേട്ടോ, സമയം മുൻപോട്ട് ഒത്തിരി പോയി. മർക്കോസ് 5:36. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. സന്ദർഭം നമുക്ക് അറിയാം. യായിറോസിന്റെ മകൾ ദീനമായി കിടന്ന സമയത്ത്, അവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ യായിറോസ് യേശുവിനോട് വന്ന് പറയുന്നത്, എന്റെ മകൾ ദീനമായി കിടക്കുന്നു, വേഗം വരണം, മരിക്കുന്ന മുന്നേ വേഗം വരണം. യേശു കൂടെ പോകുന്നു. വഴിയിൽ ഒരു ശുശ്രൂഷ അവിടെ നടക്കുന്നു, ഡിലേ ആയി പോകുന്നു. എന്നിട്ടും കർത്താവ് മുൻപോട്ട് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അതേ ഭവനത്തിൽ നിന്ന് ഒരാൾ വന്ന് പറയുന്നു, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തിയിട്ട് കാര്യമില്ല കേട്ടോ, കുഞ്ഞ് മരിച്ചുപോയെന്ന്. ബാലാര ഈ വാക്യത്തിൽ നമ്മൾ വായിച്ചത്, യേശു അത് കേട്ടിട്ട് കാര്യമാക്കുന്നില്ല. യേശു അത് കേട്ടിട്ട് കാര്യമാക്കിയില്ല, അത് ഇഗ്നോർ ചെയ്തെന്ന് ഇംഗ്ലീഷിൽ ചില വേർഷൻസിൽ പറയുന്നത്. ഇഗ്നോർ ചെയ്യുക എന്ന് വെച്ചാൽ അവഗണിക്കുക. ദൈവമക്കളെ, നമ്മളുടെ വിഷയത്തിൽ ഇന്നതായി തീരും, അങ്ങനെയായി തീരുമെന്ന് ജനം പറയുന്നത് കർത്താവ് അവഗണിക്കുകയാ. കർത്താവ് അത് കാര്യമാക്കുന്നില്ല, പിന്നെ നമ്മൾ എന്തിനാ കാര്യമാക്കുന്നേ? രേഖ എന്ന ഡിവൈസിലെ ആൻറ്റി, കർത്താവ് ചോദിക്കുന്നു, നിന്റെ വിഷയത്തിൽ നിന്റെ ഭവനത്തിന്റെ അവസ്ഥ കണ്ട് പലതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അത് കാര്യമാക്കുന്നില്ല. കാരണം ഞാൻ നിനക്ക് വേണ്ടി എന്താ പ്രവർത്തിക്കാൻ പോകുന്നത് ഞാൻ അറിയുന്നു. നീ എന്തിനാ കാര്യമായി ഭാരപ്പെട്ട് ഇരിക്കുന്നത്? കാര്യമാക്കരുത് കേട്ടോ ദൈവമക്കളെ. കർത്താവ് നമ്മുടെ ഭവനത്തിലേക്ക് വരുവാണല്ലോ, യേശു യായിറോസിന്റെ വീട്ടിലേക്ക് വരുവാണല്ലോ. മരിച്ചുവെങ്കിൽ ആ കുഞ്ഞിനെ ജീവിപ്പിച്ചിട്ടേ കർത്താവ് തിരിച്ചു പോകത്തുള്ളൂ. ആ കുഞ്ഞിനെ ജീവിപ്പിച്ചിട്ടേ കർത്താവ് തിരിച്ചു പോകത്തുള്ളൂ. കർത്താവിന് നന്നായി അറിയാം. ഈ ലാസറസിന്റെ കാര്യം പറഞ്ഞതുപോലെ ഈ യായിറോസിന്റെ മകൻ മരിച്ചാലും പിന്നെ ജീവിക്കുമെന്ന് കർത്താവ് അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുന്നത്. മനുഷ്യൻ പറയുന്നത് കേൾക്കരുത് കേട്ടോ. സാധാരണ മനുഷ്യര് ദൈവത്തിന്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്ന വിഷയങ്ങൾ, മനുഷ്യരുടെ മുൻവിധിയുടെ വാക്കുകൾ നമ്മളുടെ മുൻപിൽ തടങ്കൽ പാറയായി തീരുവാൻ, നമ്മുടെ മേൽ അടിച്ച് ഏൽപ്പിക്കപ്പെടുന്ന തടങ്കൽ പാറയായി തീരുവാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കരുത് കേട്ടോ. യേശു അന്ന് യായിറോസിനോട് പറഞ്ഞതുപോലെ ഇന്ന് രാത്രികാലം കർത്താവ് നമ്മളോട് പറയുക, ഭയപ്പെടേണ്ടെന്ന് വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. മരണത്തിന്റെ
ഗന്ധമുള്ളടത്ത് ജീവന്റെ തുടിപ്പുകൾ വെളിപ്പെടാൻ പോകുന്നു. ഒറ്റ വിഷയമേ വേണ്ടൂ. ഈ കല്ലങ്ങ് മാറ്റി, എടുത്തങ്ങ് മാറ്റിയേക്കാം. മുൻവിധിയുടെ കല്ലുണ്ടല്ലോ, ആ വിശ്വാസത്തിന്റെ കല്ലുണ്ടല്ലോ, ആരുടെങ്കിലും ഹൃദയത്തിൽ ഇന്ന് രാത്രി കാലം അവിശ്വാസം കടന്നു കൂടിയിട്ടുണ്ട്, നമ്മൾ അറിയത്തില്ല കേട്ടോ. ഇങ്ങനെ സംഭവിക്കത്തുള്ളൂ, ഇങ്ങനെ വരത്തുള്ളൂ. നമ്മൾ അങ്ങ് ചിന്തിച്ചു പോകും. അത് മുൻവിധിയാ വേണ്ട ദൈവമക്കളെ. അത് അവിശ്വാസം, മുൻവിധി ഉണ്ടെങ്കിൽ അതിലൂടെ അവിശ്വാസം കയറി വരും കേട്ടോ, നമ്മൾ ഗ്രഹിക്കത്തില്ല. പിന്നീട് ആഗ്രഹിച്ചാൽ പോലും വിശ്വസിക്കാൻ കഴിയാത്ത മേഖലയിലേക്കാ പോകുന്നത്. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, അത് ആ കല്ലങ്ങ് ഇന്ന് രാത്രി അങ്ങ് എടുത്തു മാറ്റുക കേട്ടോ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. പുനരുദ്ധാനത്തിന്റെ ശക്തി ഇന്ന് രാത്രി കാലം നമ്മുടെ ഭവനങ്ങളിൽ വെളിപ്പെടാൻ പോകുക. ദൈവമക്കളെ, വിശ്വസിച്ചാൽ മാത്രം മതി. എന്തുകൊണ്ടെന്നാൽ വിശ്വസിച്ചാൽ നമ്മൾ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് ചിലരോട് ദൂത് പറയുവാൻ തക്കവണ്ണം പ്രേരണയുണ്ടെങ്കിലും വേഗത്തിൽ സമയം മുൻപോട്ട് കടന്നുപോയി. അതുകൊണ്ട് എനിക്ക് ഇവിടെ എന്റെ വാക്കുകൾ നിർത്തേണ്ടി വരികയാണ്. ആന്റി, അനുവാദമുണ്ടോ ഒരു 5 മിനിറ്റ് കൂടെ എടുക്കാന്? ആമേൻ, സ്തോത്രം. ലാസ്റ്റ് ടൈമും ഞാൻ ചോദിച്ച് വാങ്ങിച്ചാണ്, ക്ഷമിക്കണേ. സമയം വേഗത്തിൽ മുൻപോട്ട് പോയത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവ് ചിലരുടെ വിഷയങ്ങളുടെ മേലെ ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുകയാണ്. ആൻസി ജോയ് എന്ന ഡിവൈസിലെ സിസ്റ്ററെ, ജീബാറ സാന്തര ദിപന ഘടകമന കംനതീര, ദൈവാത്മാവ് ശക്തമായി സഹോദരിയോട് ഇടപെടുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി എന്നതാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവപ്രവൃത്തി. ഈ 21-ാം നൂറ്റാണ്ടിലും യേശു ഇങ്ങനെ പ്രവർത്തിക്കുമെന്ന് ജാതികൾ പോലും അറിയേണ്ടതിന് ഭവനത്തിനുള്ളിൽ ദൈവശക്തി ഇന്ന് രാത്രികാലം വ്യാപരിക്കുന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നിന്റെ കുടുംബം മാത്രമല്ല മകളെ, നിന്റെ കുടുംബം മാത്രമല്ല, നിന്റെ പരിസരത്തുള്ള നിന്റെ ജനം, നിന്റെ സ്വന്തം ജനം തന്നെ നോക്കിക്കൊണ്ടിരിക്കുക എന്ത് സംഭവിക്കുമെന്ന്. കണ്ടില്ലേ കരയുന്നത്? ഓ നാണമില്ല ഇനി യേശുവിനെ വിളിച്ചുകൊണ്ട് നടക്കാൻ? ഓ റിബല, ഇത്രത്തോളം വിളിച്ചിട്ട് എന്ത് കിട്ടിയേ? ചില ചോദ്യങ്ങൾ ഉയർന്നു. എന്നാൽ ദൈവപ്രവൃത്തി 4-ാം യാമത്തിൽ വെളിപ്പെടാൻ പോവുകയാണ് കേട്ടോ. ഈ വർഷത്തിൽ ചില അടയാളങ്ങളുണ്ട്. ഈ വർഷത്തിൽ തന്നെ ചോദിച്ചവർ അത്ഭുതപ്പെടുമാർ. ഇതിന്റെ ആഴം എന്താണെന്ന്, ഇത് എങ്ങനെ സംഭവിച്ചുവെന്ന് ജനം ഭവനത്തിൽ വന്ന് ചോദിക്കുമാറുള്ള ദൈവപ്രവൃത്തി ഭവനത്തിൽ തന്നെ ദൈവാത്മാവ് പറയുന്നു, വിരിച്ചൊരുക്കിക്കൊള്ളുക. ഭവനത്തിന് ഉള്ളിൽ വിരിച്ചൊരുക്കിക്കൊള്ളുക. ചിലരെ കൂടെ പ്രാർത്ഥനയ്ക്ക് ഇരുത്താൻ പോകുക, സാക്ഷ്യം വെളിപ്പെടാൻ പോകുക കേട്ടോ. ദൈവം പ്രവർത്തിക്കുന്ന പ്രവൃത്തി ഇങ്ങനെയാണെന്ന് തീർത്തും അസാധ്യമെന്ന് വിധി എഴുതിയിട്ട് എഴുതി തള്ളിയ വിഷയത്തിന് മേൽ കർത്താവിനെ കരം പ്രവർത്തിക്കാൻ പോകുകയാണെന്ന്. ഓ ഷൈനി സിസ്റ്ററെ, ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി മുൻപോട്ട് ദൈവത്തിന്റെ പ്രവൃത്തി ഓടിക്കുന്നു. രഥം ഓടുന്നത് പോലെ അതേ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ. പ്രാർത്ഥിച്ചോ, ദൈവത്തിന്റെ പ്രവൃത്തി ഭവനത്തിൽ റിബല വൈടക അടയാള സമേതം വെളിപ്പെടുമെന്ന് കർത്താവിനെ പാട്. അക്കമ്മ സിബി ജോൺ എന്ന ഡിവൈസിലെ അന്യോട് ദൈവാത്മാവ് പറയുന്നു, മനുഷ്യർ എഴുതി തള്ളിയാലും കർത്താവ് പറയുന്നത്, എന്റെ ദാസിയെ നീ എഴുതി തള്ളരുത് കേട്ടോ. മനുഷ്യന്റെ വാക്ക് കേട്ടോ യെസ് മൂളരുത്. മനുഷ്യന്റെ വാക്ക് കേട്ട് യെസ് പറയരുത്. അത് അവിശ്വാസത്തിന്റെ വാക്കുകൾ, നമ്മൾ അറിയാതെ തന്നെ അവിശ്വാസത്തിന്റെ വാക്കുകളാണ് കയറി വരുന്നത്. വേണ്ട, അതിനെ അങ്ങ് മാറ്റിവെച്ചേര്. ജനം ഒന്ന് പറയുമ്പോൾ ദൈവാത്മാവ് അത് തെറ്റാ പറയുന്നതെന്ന് തെളിയിക്കുവാൻ വേണ്ടി ഭർത്താവ് ഭവനത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുക. ചില ശൂന്യതകളെ പണിയുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. ലിറ്റി എന്ന വയസ്സിലെ അഞ്ചിയോട് ദൈവാത്മാവ് പറയുന്നു, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിനെ പ്രവൃത്തി ഭവനത്തിൽ ഒരു വഴി വെളിപ്പെടാൻ പോവാ കേട്ടോ. കാട് വെട്ടിത്തെളിക്കുന്നത് പോലെ ഒരു വഴി വെളിപ്പെടാൻ പോവാ. കാട് വെട്ടിത്തെളിക്കുന്നത് പോലെ ഒരു വഴിയുണ്ട്, പക്ഷെ അത് മറിഞ്ഞിരിക്കാതെ മുഴുവൻ കാട് പിടിച്ചു കിടക്കുന്നു. കർത്താവ് പറയുന്നു, ഞാൻ അതിനെ വെട്ടിത്തെളിക്കുക. ഒരു വഴി വെളിപ്പെട്ട് വരും. തടസ്സങ്ങളെ നീക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക. മോളി ജോൺസൺ എന്നാണോ പേര്? മോളി ജോൺസൺ എന്ന ഡിവൈസിലെ ആന്റി കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ദൈവാത്മാവ് പറയുക, കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, ദൈവാത്മാവ് പറയുക,
റീബല വൈഡകരകം നദിരബശംദരെ. എനിക്ക് വേണ്ടി ഈ കാല ആരുരുട്ടി മാറ്റുമെന്ന ദൈവത്തോട് ചോദിച്ച് നാളുകളായി ചോദിക്കാൻ തുടങ്ങിയിട്ട് കർത്താവിനോട് പറയുക, എനിക്ക് വേണ്ടി ഈ കാലിന് ആര് ഉരുട്ടി മാറ്റോ? എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവമേ ആരുമില്ല. ഈ മേഖലയിൽ ദൈവം തന്നെ ദൂതനെ ഇറക്കാൻ പോവുകയാകട്ടോ. മാനുഷികമായി സഹായമില്ലാതെ ഈ കാര്യം സാധ്യമല്ല എന്ന് ചിന്തിക്കുന്ന മേഖലയിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി യേശുവിന്റെ കല്ലറയ്ക്കൽ അതിന്റെ മുഖത്ത് വെച്ചിരുന്ന കല്ല് ഉരുട്ടി മാറ്റി അതിന്റെ പേര് ഇരുന്നത് പോലെ കർത്താവ് പറയുന്നു, ഞാൻ എന്റെ ദൂതനെ അയക്കും. ദുർഘടങ്ങളെ നിലപ്പാക്കുവാൻ ഞാൻ എന്റെ ദൂതനെ അയച്ചിരിക്കുക. വിശ്വസിച്ചു കൊള്ളുക. സൂസൻ സ്റ്റീഫൻ എന്ന ഡിവൈസിലെ ആന്റി കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? മറിയയുടെ കയ്യിൽ പരിമള തൈലമുണ്ട്, പക്ഷേ ജനത്തിന്റെ മുൻവിധിയാൽ അവൾക്ക് മുൻപോട്ട് വരാൻ കഴിയുന്നില്ല. കർത്താവ് പറയുന്നു, റീവാല വൈഡകരക, കയ്യിൽ കർത്താവ് സുഗന്ധത്തിന്റെ കൂട്ടുക തന്നിട്ടുണ്ട് കേട്ടോ. ഒരു പാത്രമുണ്ട് കയ്യിൽ, വിശേഷപ്പെട്ട പരിമളം കയ്യിലുണ്ട്, ഹൃദയത്തിനുള്ളിൽ സംഗ്രഹിച്ച് വെച്ചിരിക്കുക. പക്ഷെ അത് പുറത്തേക്ക് വരുവാൻ കഴിയുന്നില്ല. എന്റെ സുഗന്ധം പുറത്തേക്ക് വരുവാൻ കഴിയാതെ വണ്ണമായിരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഇന്ന് രാത്രി കാലം ശക്തമായ ഒരു ചലനം ഭവനത്തിന്റെ ഉള്ളിൽ വെളിപ്പെടാൻ പോകുക. ദൈവം പറയുന്നു, എന്റെ ദാസിയെ നീ കണ്ണടച്ച് വിശ്വസിച്ചു കൊള്ളുക. പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങളെ എന്റെ കാലം തൊട്ട് അതിന്റെ മേൽ പ്രവർത്തിക്കുവാനുള്ള സമയമായി. ഞാൻ മിണ്ടാതിരിക്കുന്ന ദൈവമല്ല എന്ന് നീ അറിയാൻ പോകുക. ശാന്തലേതിബലവൈടക, വിശ്വസിച്ചു കൊള്ളുക. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. തടസ്സങ്ങളെ മാറ്റുവാൻ കർത്താവിന് മാത്രമേ കഴിയൂ എന്ന് ചിന്തിക്കുന്ന മേഖലയില ഇന്ന് രാത്രികാലം കർത്താവ് ആ അനുഭവത്തെ കുലുക്കിയിരിക്കുക കേട്ടോ. കുലുക്കിയിരിക്കുക. വിശ്വസിക്കുന്നു. കർത്താവ് ആ വിഷയത്തെ കുലുക്കിയിരിക്കുക. അത് വെളിപ്പെട്ട് വരും. മാനഹസ്തൂനതിപരബലഭക്ഷിയാക. ഇതിന് ആളുകൾ കർത്താവ് ഈ ദിവസങ്ങളിൽ കാണിച്ചു തരാൻ പോകുകയാണ്. എവിടെയാണ് വിഷയം കിടക്കുന്നത് പൊങ്ങി വരാൻ പോവുക കേട്ടോ. ദൈവമക്കളെ, വ്യക്തിപരമായി എല്ലാവരോടും ദൂതുകൾ പറയാൻ പറ്റുന്നില്ല എങ്കിലും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇന്ന് രാത്രികാലം ഈ വചനം കേട്ട ദൈവമക്കളുടെ ഭവനങ്ങളിൽ ചലനം ആരംഭിച്ചിരിക്കുന്നു. സൂസൻ രഞ്ജിത്തിന്റെ ഡിവൈസിലെ സിസ്റ്റർ ദൈവാത്മാവ് പറയുക, ചലനം ആരംഭിച്ചു കേട്ടോ. പൗലോസിന്റെ ശിലാസിന്റെ കയ്യിൽ നിന്നും ചങ്ങല രഹസ്യ അവരുടെ ബന്ധനം അഴിഞ്ഞു. അവരുടെ മാത്രമല്ല, കേട്ടു നിന്ന തടവുകാരുണ്ടല്ലോ, അവരുടെ ബന്ധനം അഴിഞ്ഞു കേട്ടോ. ദൈവാത്മാവ് പറയുന്നു, ചില ബന്ധനങ്ങൾ പരിസരത്ത്, ജീവിതത്തിന്റെ പരിസരത്ത് ജീവിതത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ചില ബന്ധനസ്ഥരെ ദൈവാത്മാവ് വിടുവിക്കാൻ പോകുക കേട്ടോ. ഒറ്റ കാര്യം മതി, പാടി സ്തുതിച്ചു. അർദ്ധരാത്രിക്ക് ദൈവാത്മാവും തട്ടി എഴുന്നേൽപ്പിക്കും. കഴിഞ്ഞ ചില ദിവസങ്ങളായി ദൈവാത്മാവ് നോട്ടം വെച്ചിരിക്കുക. രാത്രികളില് തട്ടി എഴുന്നേൽപ്പിക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. ഉണരുമ്പോൾ 1 മിനിറ്റെങ്കിലും ദൈവത്തിൽ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു ദൈവത്തെ സ്തുതിക്കുന്നുവെങ്കിൽ അർദ്ധരാത്രിയിൽ തന്നെ ഓൺ ദ സ്പോട്ട്, അപ്പോൾ തന്നെ അകത്ത് പറയുന്നേ, ഭവനത്തിന്റെ ഉള്ളിൽ സ്തുതി ഉയരുമ്പോൾ, ആരാധന ഉയരുമ്പോൾ മറുഭാഗത്ത് വിടുവിക്കപ്പെടേണ്ടത് വിടുവിക്കപ്പെടും. കാരാഗ്രഹ പ്രമാണിയെ പോലുള്ള ചില കുടുംബങ്ങൾ, ചില ഉന്നത കുടുംബങ്ങൾ അതിനാൽ വിടുവിക്കപ്പെടും. ജനത്തെ കർത്താവ് പറയുന്നു, എന്റെ ജനത്തെ ബന്ധനത്തിലാക്കിയ ചില ജീവിതങ്ങളെ ഞാൻ വിടുവിച്ചെടുക്കും. ദീപാല മൗഢകാരകസ്യ സൂസൻ രഞ്ജി സിസ്റ്ററോട് ദൈവാത്മാവ് പറയുക, ചില മന്ത്രവാദികളെ ഞാൻ പുറത്തു കൊണ്ടുവരും. അതിനുവേണ്ടി വിഷയം വെച്ചെടുത്ത് പ്രാർത്ഥിച്ചു കൊള്ളുക. ജനത്തിനെതിരായി ശുദ്ധം ചെയ്ത ചില കുടുംബങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവരും. വിവരഭവിഷ്യതാരകസ്യ ദൈവത്തിന്റെ ആത്മാവ് തന്റെ ജനത്തോട് ഇന്ന് രാത്രികാലം വീണ്ടും പറയുന്നു, പ്രാർത്ഥനയുടെ ലിസ്റ്റിൽ ഈ വിഷയം കരുതിക്കോണം കേട്ടോ. ജാതികളിൽ നിന്ന് ഒരു കൂട്ടം ജനം ദൈവത്തെ അറിഞ്ഞുകൊണ്ട് പബ്ലിക്ലി സാക്ഷ്യം പറയുവാനുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുക കേട്ടോ. വരും ദിവസങ്ങൾ നമ്മൾ ചില സാക്ഷ്യങ്ങൾ കേൾക്കുമേ.
അതിനുവേണ്ടി ദൈവസ്ഥനെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ തന്നെ ദൈവം നമ്മളെ വഴക്കായി ഒരുക്കപ്പെട്ട പടക്കുതിരകളെ പോലെ, യുദ്ധത്തിനായി ഒരുക്കപ്പെട്ട മനോഹര തുരകങ്ങളെ പോലെ ആക്കി തീർത്തുകൊണ്ട് ആത്മയുദ്ധത്തിനായി ഒരുക്കാൻ പോകുക. ദൈവമക്കളെ, മുൻവിധികളായ കല്ലുകള്, അവിശ്വാസം തന്റെ കല്ലുകൾ എല്ലായിടത്തും മാറ്റിക്കോ. ദൈവപ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. ദൈവം ഈ വചനങ്ങളാ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വാക്കുകളെ ചൊരുക്കാൻ ആഗ്രഹിക്കുന്നു. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് അവിടുത്തെ ജനത്തോട് സംസാരിച്ചല്ലോ. ദൈവമേ, അടികളെ മാനുഷികമായി മുൻവിധികളെല്ലാം മാറ്റുവാനുള്ള കൃപ അടികൾക്ക് തരണമേ. ദൈവമേ, അടികളെ അവിശ്വാസത്തിന്റെ അനുഭവങ്ങളെല്ലാം ക്ഷമിക്കണമേ. ദൈവം പ്രവർത്തിക്കിൽ ശക്തനെന്ന അടികൾ വിശ്വസിച്ചിട്ട് അതിൽ കർത്താവേ അപ്പ അത് പ്രാക്ടിക്കലി വെളിപ്പെടുവാൻ കഴിയാതിരിക്കുന്ന എല്ലാ തടസ്സങ്ങളെ മേഖലകളെ ഇന്ന് രാത്രികാലം തൊട്ട് ആ തടസ്സങ്ങളെ ഉരുട്ടി മാറ്റുമാറാകണമേ. അടികൾക്ക് കേൾപ്പില്ലപ്പ. അടികൾ സാധ്യതയുമേ അപ്പ അടികൾ ബലഹീനരാണപ്പ. ഈ ബലഹീനത ദൈവശക്തി വ്യാപരിപ്പിക്കണമേ. അന്ന് വന്നിരിക്കുന്ന എല്ലാ ദൈവ മക്കളെ ഹല്ലേലൂയ കർത്താവിനെ ദാസിയെയും ഈ മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുന്ന സകലരെയും കർത്താവേ അപ്പ ഹല്ലേലൂയ പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിലടി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവർ ഒരു അനുഗ്രഹമായി തീരട്ടെ. കർത്താവേ, എളിയവളെ ബലപ്പെടുത്തിയ കൃപയോർത്ത് സ്തോത്രം. ദൈവമേ, ടെക്നിക്കൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ കർത്താവെ മീറ്റിംഗ് ഇടത്തോളം നടത്തുവാൻ തക്കവിടം കർത്താവ് സഹായിച്ചതായ സ്തോത്രം ചെയ്യുന്നു. അടികളെ പ്രാർത്ഥനകൾ ശ്രദ്ധ വെച്ച് കേട്ടിരിക്കാൻ സ്തോത്രം. സർവ്വമാന മഹത്വ പുകഴ്ചയും കർത്താവിന് സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.